പ്രകൃതിയുടെ മനോഹര കാഴ്ചകളൊരുക്കി സഞ്ചാരികളെ മാടി വിളിക്കുകയാണ് കൊട്ടാരക്കരയിലെ മീൻപിടിപ്പാറ. ദൂര നാടുകളിൽ നിന്നടക്കം ഒട്ടേറെ സന്ദർശകരെയാണ് മീൻപിടിപ്പാറ സ്വാഗതം ചെയ്യുന്നത്. കൊട്ടാരക്കരയിൽ നിന്ന് വിനേഷ് ഈ മനോഹര കാഴ്ചകളുടെ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. കാണാം. കൊട്ടാരക്കര നഗരത്തിലെ തിരക്കുകൾക്കിടയിൽ അല്പം വിശ്രമാവശ്യമെങ്കിൽ എത്താവുന്ന ഇടമാണ് മീൻപിടിപ്പാറ. ആനന്ദ ടൂറിസം സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് നിർമ്മിച്ച മീൻപിടിപ്പാറയുടെ വിശേഷങ്ങൾ കാണാം. പാറക്കെട്ടുകളിൽ തട്ടിച്ചിതറിയൊഴുകുന്ന വെള്ളമാണ് മീൻപിടിപ്പാറയുടെ പ്രധാന ആകർഷണം. ഇതിനു മുകളിലായി ചൂണ്ടയിൽ കൊരുത്ത വലിയ മത്സ്യപ്രതിമയും കാണാം. സഞ്ചാരികൾക്ക് വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാനും സൗകര്യമുണ്ട്. ആദ്യഘട്ടം 46 ലക്ഷം രൂപയും രണ്ടാം ഘട്ടം 1.5 കോടി രൂപയും മുതൽ മുടക്കിയാണ് മീൻപിടിപ്പാറ ടൂറിസം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. വഴിവിളക്കുകൾ, ശില്പങ്ങൾ, ചിൽഡ്രൻസ് പാർക്കുകൾ എന്നിവയെല്ലാം നിർമ്മിച്ചതോടുകൂടി മീൻപിടിപ്പാറ ടൂറിസം എന്ന പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയായിരുന്നു. പുലമൺ തോടിന് കുറുകെയായി മറുകരയിലേക്ക് ചെറിയ പാലവും നിർമ്മിച്ചിട്ടുണ്ട്. കുട്ടികളുടെ പാർക്കും പൂന്തോട്ടവും ഇരിപ്പിടങ്ങളും നടപ്പാതയുമെല്ലാം ഇതിനോടകം തന്നെ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാക്കി മാറ്റി. കൊല്ലം ഇക്കോ ടൂറിസം വിഭാഗമാണ് മീൻപിടിപ്പാറയെ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാക്കി മാറ്റിയത്. മുതിർന്നവർക്ക് 20 രൂപയും 5 മുതൽ 12 വരെ വയസ്സുള്ള കുട്ടികൾക്ക് 10 രൂപയുമാണ് പ്രവേശന ഫീസ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ തന്നെ ഇവിടെ വന്ന് ഇവിടുത്തെ സൗന്ദര്യം ആസ്വദിച്ച് പോകാൻ പറ്റുന്ന വളരെ വിശാലമായിട്ടുള്ള നല്ല ഒരു ഏരിയയാണ്. ഇവിടെ ഒരുപാട് ആൾക്കാരെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മറ്റും ഉണ്ടാകണമെന്ന് കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് അറിയിക്കുകയാണ്. കൊട്ടാരക്കര പുലമണ്ണിൽ നിന്ന് 1.5 കിലോമീറ്ററാണ് മീൻപിടിപ്പാറ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക്. സെന്റ് ഗ്രിഗോറിയോസ് കോളേജിന് തൊട്ടു പിന്നിലൂടെ ഒഴുകുന്ന പുലമൺ തോടിൻ്റെ ഉദ്ഭവ കേന്ദ്രത്തിലാണ് ടൂറിസം നടപ്പിലാക്കിയിരിക്കുന്നത്. ഇനിയും വികസന പ്രവർത്തനങ്ങൾ മീൻപിടിപ്പാറയിൽ എത്തുമെന്നാണ് പ്രഖ്യാപനം. ബോട്ടിങ്ങും അഡ്വഞ്ചർ ആക്ടിവിറ്റിയുമെല്ലാം എത്തുന്നതോടുകൂടി ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് കൂടുതൽ ഉല്ലാസകരമാവും. എസ് വിനീഷ്, ന്യൂസ് 18, കൊട്ടാരക്കര. രാഹുൽ ഗാന്ധിക്കൊപ്പം